ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും പ്രയോജനപ്പെടുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാനായിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് ഞാൻ കാണിക്കുന്നത്. ബ്രെഡും മുട്ടയും ഒക്കെ വെച്ചിട്ട് കേട്ടോ. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ തൽക്കാലം എടുത്തിരിക്കുന്നത് 4 മുട്ടയും 3-4 പീസ് ബ്രെഡുമാണ് എടുത്തിരിക്കുന്നത്. ആദ്യം 4 മുട്ടയും പൊട്ടിച്ച് നമ്മൾ ഒരു ബൗളിലോട്ട് ഒഴിച്ചിട്ട് അതിനകത്ത് കുറച്ച് സാധനങ്ങൾ ചേർക്കാനുണ്ട്. ഈ പ്രിപ്പറേഷൻ്റെ പേര് മസാല ബ്രെഡ് ടോസ്റ്റ് എന്നാണ് കേട്ടോ. ഇനി ഈ മുട്ടയിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ ഓരോരുത്തരും അവരവരുടെ താല്പര്യം അനുസരിച്ച് ചേർത്തോണേ. ഞാൻ ഇപ്പോൾ തൽക്കാലം ഇട്ട് കൊടുത്തത് ഏതാണ്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ്. പിന്നെ മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞത് എടുത്ത് വെച്ചിട്ടുണ്ട്. മല്ലിയില അരിഞ്ഞത് ഒരു 3 ടേബിൾ സ്പൂൺ ഉണ്ട്. ഇപ്പോൾ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്യുന്നുണ്ട്. ഇനിയും നമുക്കിതിനകത്തോട്ട് കുറച്ച് സാധനങ്ങളും കൂടി എക്സ്ട്രാ ചേർക്കാനുണ്ട്. കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, ഉള്ളി പൊടിയായിട്ട് അരിഞ്ഞത് ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരെണ്ണമാണ് വളരെ ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നത്. പിന്നെ 2 പച്ചമുളക് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം വലിപ്പത്തിലുള്ളത് 4 നടുവേ മുറിച്ചിട്ട് വളരെ പൊടിയായിട്ട് അരിഞ്ഞത് അതും എടുത്തിട്ടുണ്ട്. ഇതിത്രയും ആദ്യം നമുക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്യാം. കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് ബീറ്റ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞതാണ്. പിന്നെ ചില്ലി ഫ്ലേക്സ് നമുക്ക് വേണം. ചില്ലി ഫ്ലേക്സ് ഇപ്പം ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് 1/2 ടീസ്പൂണാണ്. ഇത് സാധാരണ ഡ്രൈ ചില്ലിയുടെ ചില്ലി ഫ്ലേക്സ് ആണ്, കാശ്മീരി ചില്ലിയുടെ അല്ല കേട്ടോ. നിങ്ങൾക്ക് പെപ്പർ പൗഡറിൻ്റെ ടേസ്റ്റ് അധികം ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സിൻ്റെ അളവ് വേണമെങ്കിൽ ഇച്ചിരി കൂട്ടാം. അല്ല വേണമെന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സിൻ്റെ അളവ് കുറച്ചിട്ട് പെപ്പർ പൗഡർ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കൂട്ടാം. പച്ചമുളകിൻ്റെ അളവ് കൂട്ടാം. അങ്ങനെ ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇപ്പം ഞാൻ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഒരു 1/3 കപ്പും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ചില്ലി ഫ്ലേക്സിൻ്റെ അളവ് കുറച്ചും കൂടെ വേണമെന്ന് തോന്നിയത് കൊണ്ട് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്തു. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പിൻ്റെ അളവ് മാത്രം ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ല, അത് ഓരോരുത്തർക്കും ഓരോ അളവല്ലേ. എല്ലാം ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള അളവാണ്. എന്നാലും ഞാൻ എടുത്തതിൻ്റെ അളവ് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഞാൻ ഇവിടെ ഉപ്പ് എപ്പോഴും ഒരിച്ചിരി കൂടുതൽ ചേർക്കുന്ന ഒരു സ്വഭാവമുണ്ട് എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ ഉപ്പിൻ്റെ അളവ് പറയാത്തത്. പിന്നെ ഇപ്പോൾ ചെറിയ നല്ലൊരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ട് ചെറിയൊരു ക്യൂബ് ബട്ടർ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഏതാണ്ട് ആ ബ്രെഡിൻ്റെ വലുപ്പത്തിൽ ആ പാനിലോട്ടൊന്ന് തേച്ച് കൊടുത്തിട്ട് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒന്നുകൂടെ ബീറ്റ് ചെയ്യുക. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഈ ബ്രെഡിൻ്റെ പുറത്തോട്ട് കുറേശ്ശെയായിട്ട് കോരി ഒഴിക്കുക. ഒരുപാട് അങ്ങ് ഒഴിക്കേണ്ട, ഇതെല്ലാം ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ മതി. ഇതെന്തായാലും നമ്മൾ ആ ഒഴിക്കുമ്പം ആ മുട്ടയുടെ വെള്ളയും മഞ്ഞയും കൂടെ കുറച്ച് ആ ബ്രെഡിൻ്റെ ഉള്ളിലോട്ടൊന്ന് ഇറങ്ങും. അപ്പോൾ അത് കവർ ചെയ്യത്തക്കവണ്ണം നന്നായിട്ടൊന്ന് ഒഴിച്ചു കഴിഞ്ഞിട്ട് ഇച്ചിരി പരപ്പുള്ള ഒരു ചട്ടുകത്തിലോ സ്പാച്ചുലയിലോ വല്ലതും എടുത്തിട്ട് ഈ ബ്രെഡ് എടുത്തിട്ട് നമ്മൾ പെതുക്കെ ആ ഒരു നോൺ സ്റ്റിക്ക് പാനിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. പക്ഷേ കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാവും ഇത്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണേ. ഇതുപോലെ ഒരു സൈഡ് നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് ഒന്ന് പെതുക്കി ഒന്ന് അമർത്തി കൊടുത്തിട്ട് പെട്ടെന്ന് നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് വേണം, ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. മീഡിയം ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് പെട്ടെന്ന് അങ്ങ് മൂക്കും. നിങ്ങൾക്കറിയാമല്ലോ, മുട്ട അത് വേവാനായിട്ട് ഒരുപാട് നേരം വേണ്ട. പക്ഷേ ഈ ബ്രെഡിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങിയ മുട്ട വേവാനായിട്ട് താമസിക്കും. അതുകൊണ്ട് ചെറിയ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ ആ ഇട്ട് കൊടുത്തിട്ട് പെതുക്കെ ഒന്ന് അമർത്തി കൊടുത്തിട്ട് ആ സമയം കൊണ്ട് നമ്മൾ മറ്റേ സൈഡിൽ ഇതുപോലെ തന്നെ മുട്ടയൊന്ന് ഒഴിച്ചു കൊടുക്കണം, ആ പാനിൽ വെച്ചിട്ട് തന്നെ. ആ ബ്രെഡിൻ്റെ പീസ് മറ്റേ സൈഡ് നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് ഇടുന്നതിന് മുമ്പ് നമ്മളെടുത്ത ആ ഒരു ചെറിയ പീസ് ബട്ടറിൻ്റെ ആ ബാക്കിയുള്ളത് അങ്ങോട്ടൊന്ന് തേച്ച് കൊടുക്കണം ആ പാനിലേക്ക്. എന്നിട്ട് വേണം ആ ബ്രെഡിൻ്റെ പീസ് തിരിച്ചിടാനായിട്ട്. അത് സൂക്ഷിച്ച് വേണം, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ആ ഒരു തേച്ചിരിക്കുന്ന ബ്രെഡിൻ്റെതൊക്കെ കുറേ അങ്ങ് തെറിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ കുറച്ച് മസാലകൾ അതിന് മുകളിലിട്ടിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് ഇതിനകത്ത് ഇഷ്ടമുള്ളത് ചേർക്കാം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ളത് വേണമെന്നുണ്ടെങ്കിൽ കസൂരി മേത്തി ആണെങ്കിൽ അങ്ങനെ ചേർക്കാം. അല്ലെ പെരിയോ ഇറ്റാലിയൻ സീസണിങ്ങോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പം ഞാൻ 2 സൈഡും ആയി കഴിഞ്ഞപ്പോൾ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ അതിൻ്റെ മേലെ ഇട്ടിട്ട് എടുത്തിട്ടുണ്ട്. എന്ത് ഭംഗിയായിരിക്കുന്നു അല്ലേ കാണാനായിട്ട് തന്നെ. കാണുന്നത് പോലെ തന്നെ ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത പീസും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ അപ്പോഴേക്കൊരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ ഇപ്പോൾ എൻ്റെ ഈ ചാനലോ എൻ്റെ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, അവരോടാണ് ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കുന്നത്. എൻ്റെ ചാനലിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള നല്ല നല്ല റെസിപ്പികളുണ്ട്. ഡെസേർട്ടായിട്ടും ലഞ്ചിനും ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ പറ്റുന്നത്. നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ അതൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ അത് പ്രയോജനം ചെയ്യാതിരിക്കത്തില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്.
ഈ ഒരു 4 മുട്ടയുടെ പരുവത്തിനെടുത്ത് ഇത്രയും സാധനങ്ങളുമൊക്കെ അതിനകത്ത് ചേർത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് 3 പീസ് ബ്രെഡാണ് ഉണ്ടാക്കാൻ പറ്റിയത്. പക്ഷേ വലിയ സാൻഡ്വിച്ച് ബ്രെഡായിരുന്നു. വലിയ സാൻഡ്വിച്ച് ബ്രെഡ് ആയതുകൊണ്ട് തന്നെ അത് 4ആയിട്ട് മുറിച്ചിട്ടും ആവശ്യത്തിനുള്ളൊരു വലിപ്പമുണ്ടായിരുന്നു. പിന്നെ ഇത് നമുക്ക് യാത്രയ്ക്കൊക്കെ പോകുമ്പോഴായാലും നമുക്ക് ആ ഒരു സാൻഡ്വിച്ച് ബ്രെഡ് കൊണ്ടുവന്ന ആ പാക്കറ്റ് ഉണ്ടല്ലോ, അതിനകത്തോട്ട് തന്നെ ഞങ്ങൾ സാധാരണ യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. വേറെ പാത്രം എടുക്കുന്നതിലും നല്ലത് ആ ഒരു ബ്രെഡ് കിട്ടിയ ആ പാത്രത്തിലോട്ട് തന്നെ ഇങ്ങനെ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ അടുക്കി അങ്ങ് വെച്ചിട്ട് അങ്ങ് മുറുക്കി ടൈ ചെയ്ത് വെക്കും. അപ്പോൾ നമുക്ക് എടുക്കാൻ എളുപ്പമാണ്. ഒരു പിക്നിക്കിന് പോകുമ്പോഴായാലും ഒക്കെ ഇതുപോലെ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ ബ്രെഡ് വേറെ മുട്ട വേറെ ഒന്നും ഇരിക്കത്തില്ല. എന്നാൽ എല്ലാം കൂടെ ഒരു പീസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വയറ് നിറയത്തക്കവണ്ണമുണ്ട്. അല്ലെങ്കിൽ 2 പീസ് ഇങ്ങനെ എടുത്ത് നമ്മൾ ബ്രെഡ് അടുക്കി വെക്കുന്നത് പോലെ തന്നെ അങ്ങ് അടുക്കി വെച്ചിട്ട് ഫുള്ള് തണുത്ത് കഴിഞ്ഞിട്ട് ആ ബ്രെഡിൻ്റെ പാക്കറ്റിലോട്ട് തന്നെ അതേപോലെ അങ്ങ് അടുക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് കൊടുക്കാനും എളുപ്പമുണ്ട്. ഓംലെറ്റും ഒന്നും പൊടിഞ്ഞു പോവുകയില്ല. നമ്മൾ 2ആയിട്ട് എടുക്കുന്നതിലും വളരെ ഈസിയാണ്. ഞാൻ വളരെ ചെറിയ ഫ്ലെയിമിലിട്ട് പെതുക്കെ കുക്ക് ചെയ്തത് കൊണ്ട് അകമൊക്കെ നന്നായിട്ട് വെന്തിരുന്നു. നിങ്ങൾ ചെറിയ ഫ്ലെയിമിലാണെന്നുണ്ടെങ്കിൽ അകം വേവുമോ ഇല്ലയോ എന്ന് പേടിയുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു അടപ്പ് കൊണ്ട് ഒന്ന് മൂടി വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. എന്നാലേ അകമൊക്കെ നന്നായിട്ട് വേവുകയുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ 3 പീസ് ബ്രെഡ് കൊണ്ടാണ് ഇതുണ്ടാക്കിയതെന്ന്. അങ്ങനെ ഈ വലിപ്പത്തിലുള്ള ഒരു 12 പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനെ ഒരു പാത്രത്തിലോട്ട് നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാമേ. ഇപ്പോൾ നമ്മുടെ മസാല ടോസ്റ്റ് എല്ലാം 4ആയിട്ട് മുറിച്ചിട്ട് ഒരു പാത്രത്തിലോട്ട് ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലെ കുറച്ചുകൂടി ഒരു ഭംഗിക്കും ചെറിയൊരു എരിവ് കുറച്ചുകൂടി കൂടുതൽ കിട്ടാനും വേണ്ടിയിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഒന്ന് വെതറി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നമുക്ക് കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം. താങ്ക്